الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് വിശ്വാസികളായി സത്യസന്ധരായി ജീവിക്കുവാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ജീവിതത്തിൽ എല്ലാം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. കച്ചവടക്കാരുണ്ട്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ജീവിത വ്യവഹാരങ്ങളിൽ പലതിലും ഏർപ്പെട്ട് കഴിയുന്നവരാണ് നമ്മളൊക്കെ. നമ്മളെ മക്കള് പഠിക്കുന്നവരാണ്. ഇതിലൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് ഇന്നലെ രാവിലെ വന്നു. പത്രമാധ്യമങ്ങളിലും സമൂഹത്തിലുമൊക്കെ കുടുംബങ്ങളിലുമൊക്കെ അതിൻ്റെ ആഹ്ലാദം പങ്കിടുകയാണ്. വിജയികളായ മക്കളുടെ അധ്യാപകരും സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരും അതിലേറെ മാതാപിതാക്കളും കുടുംബങ്ങളുമൊക്കെ എല്ലാം നന്നായി വിജയിച്ച കുട്ടികളുടെ വീടുകളിൽ ഒരു പെരുന്നാളാഘോഷമാണ്. കാരണം അത്രയധികം അധ്വാനിച്ച് പഠിപ്പിച്ചു, അധ്വാനിച്ച് അതിന് ചെലവഴിച്ചു. രക്ഷിതാക്കൾ, അധ്യാപകർ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു. മക്കളും രാവും പകലുമായി കഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെ ഏതൊരു കാര്യത്തിനും നന്നായി അധ്വാനിച്ചാലേ ഇന്നത്തെ കാലത്ത് കച്ചവടക്കാരനാണെങ്കിൽ വെറുതെ പീടികയും തുറന്നിരുന്ന പോരാ എന്നെല്ലാവർക്കും അറിയാം. ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പോലും
അതിന് നമ്മൾ ഒരുപാട് അധ്വാനങ്ങളും ചിന്തകളും ആലോചനകളൊക്കെ നടത്താറുണ്ട്. എങ്കിലേ വിജയിക്കും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി. മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് ത്യാഗം ചെയ്തുകൊണ്ട് പോകേണ്ടവനാണ്. അങ്ങനെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവനും കൂടിയാണ് എന്ന് അല്ലാഹു തആല സൂറത്തു ഇൻഷിഖാഖിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ത്യാഗം അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകളും സത്യസന്ധമായ ജീവിതവുമാണ് ഒന്നാമത്തേത്. 2, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, ജീവിതത്തിൽ ഖൈറിനാണെങ്കിലും ഷർറിനാണെങ്കിലും നമ്മൾ അധ്വാനിക്കണം. ഷർറായ ഒരു കാര്യം നേടാൻ വേണ്ടിയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിലും അതിനും കുറെ കഷ്ടപ്പാടുണ്ട്. ഖൈറായ കാര്യം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും കഷ്ടപ്പാടുണ്ട്. എങ്ങനെ കഷ്ടപ്പെട്ടാലും പഠിച്ചവനെ കണ്ടുമുട്ടുക, ഖൈറിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചാലും ഷെറിന് വേണ്ടി അധ്വാനിച്ചാലും അള്ളാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാനായിട്ട് പറ്റുകയുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മളുടേതൊക്കെ. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. സഹാബിമാര് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് തന്നെ നാട്ടിലും കുടുംബത്തിലും ഒറ്റപ്പെടാനും പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കാനും കാരണമായിരുന്നു. അതിനുശേഷം പിന്നീട് ശത്രുക്കൾ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോ വിശ്വാസികളായാലും പോരാ, കിടക്കപ്പൊറുതി നിൽക്കപ്പൊറുതി തരികയില്ലെന്ന് പറഞ്ഞ് ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോ യുദ്ധം നിർബന്ധമാക്കി. അല്ലാഹു തആല അവരോട് പറഞ്ഞു, കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളങ്ങനെ കഷ്ടപ്പെടാതെ കണ്ട് സ്വർഗത്തിൽ ഈസി ആയിട്ട് പോകുന്നൊന്നും വിചാരിക്കണ്ട. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. നിങ്ങൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെടാതെ, നിങ്ങൾ ക്ഷമിക്കാതെ, അങ്ങനെ നിങ്ങൾ കഷ്ടപ്പാടുകളും ക്ഷമയൊക്കെ അനുവർത്തിച്ച് ജീവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ വിചാരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദുന്യാവിലാണെങ്കിലും കഷ്ടപ്പെടണം, ആഖിറത്തിലാണെങ്കിലും കഷ്ടപ്പെടണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ് കുറച്ച്. പണ്ടുകാലത്തുള്ള മനുഷ്യന്മാര് നൂറ്റാണ്ടുകൾ ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. 950 കൊല്ലം നബിയായിട്ട് കൊണ്ട് തന്നെ നോഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തുകയും 100ാമത്തെ വയസ്സിലാണ് നോഹ് നബി അലൈഹി സ്വലാമിന് നുബുവത്ത് കിട്ടിയത്, പ്രവാചകത്വം കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണും. 950 കൊല്ലം പ്രബോധനം നടത്തി എന്ന് ഖുർആനിലുണ്ട്. മൂപ്പരുടെ വയസ്സ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാലും ചരിത്രത്തിൽ 1050 കൊല്ലം വയസ്സുണ്ടായിരുന്നു എന്ന് പറയും. അതിൻ്റെയൊക്കെ താഴെ ആദ് സമൂദ് മുൻകാല സമൂഹങ്ങൾക്ക് ഒരുപാട് വയസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ എത്രയോ കുറച്ച് വയസ്സാണ്. അഅ്മാർ ഉമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു പൊതുവായി പറഞ്ഞു കാണും. എൻ്റെ സമുദായത്തിന് ഒരു 60-70 ഒക്കെയാണ് ഒരു ആവറേജ് വയസ്സ്. എന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവരും ഉണ്ടായിരിക്കാം എന്നും നബിയോടെ പറഞ്ഞു വെച്ചു. ഏതായിരുന്നാലും അത്രയൊന്നും അധികം വയസ്സ് നമുക്കില്ല. ഉള്ള വയസ്സ് തന്നെ കുറേ കുട്ടിക്കാലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കുറേ കുട്ടിക്കാലമായി പോയി, കുറച്ച് ജീവനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാലമാണ്. നമ്മുടെ സുഖവും ജീവിതവും ഭക്ഷണവും നമ്മുടെ കുളിയും നനയും നമ്മുടെ കാര്യങ്ങളുമായിട്ട് കുറേ സമയം അങ്ങനെ പോകും. അങ്ങനെ കൂടി ആറ്റിക്കുറുക്കി ജീവിച്ചാൽ കുറച്ചേ നമുക്കുള്ളൂ. യഥാർത്ഥത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കുറച്ചേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പക്ഷെ ആ കുറച്ചിന് അല്ലാഹു തആല ഒരുപാട് ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹം നമ്മൾ മറക്കരുത്. ഒന്ന്, ഇപ്പോ ലൈലത്തുൽ ഖദറിനെ പറ്റി നമുക്കറിയാം. ലൈലത്തുൽ ഖദറിൽ ഒരാൾ നല്ല നിലക്ക് അമലെടുത്താൽ 1000 മാസത്തെ അമല് ചെയ്ത കൂലി കിട്ടും.
അപ്പൊ അല്ലാഹു തആല കുറച്ചുള്ള ജീവിതം, കുറഞ്ഞ ജീവിതമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ പോലും അല്ലാഹു തആല കുറഞ്ഞ സമയത്തിന് ഒരുപാട് ഒരുപാട് ബർക്കത്ത് നൽകിയ ഒരു നിഅമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തെക്കാളും ഖൈറുൻ മിൻ അൽഫി ഷഹർ, അത് പണ്ടുള്ള സമുദായത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു തആല നന്മയും തിന്മയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ നന്മയാണ്, ഇന്നതൊക്കെ തിന്മയാണ് എന്ന് അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരാള് നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കി ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് കരുതി, സുമ്മലം യഅമൽഹ, എന്നിട്ട് അതിനെ ചെയ്യാൻ പറ്റിയില്ല, കരുതിയിരുന്നു എന്നാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കതബല്ലാഹു ലഹു ബിഹാ, കതബഹല്ലാഹു തആല ഹസനത്തൻ കാമില. ഒരു നല്ല കാര്യം വിചാരിച്ച നല്ല മനസ്സിന് അവൻ വിചാരിച്ച നല്ല കാര്യത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുന്നു. ഇതൊരു ആനുകൂല്യം തന്നെയാണല്ലോ, വലിയൊരു നിഅമത്താണല്ലോ. ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു തആല ഒരു നല്ല കാര്യം വിചാരിച്ചാൽ അതിന് ഹസനത്ത് കിട്ടും. അതിന് മറുവശം അല്ലാഹു തആല ഫമൻ അമിലഹ, ആ വിചാരിച്ച കാര്യം അവൻ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിച്ചതിന്റെ കൃത്യനിഷ്ഠ, അതിന്റെ ഭക്തി, അതിന്റെ ആത്മാർത്ഥത, അതിനുവേണ്ടി അവൻ ചെലവഴിച്ച സമയം, അതിനുവേണ്ടി അവന്റെ മനസ്സിലുണ്ടായിരുന്ന ത്യാഗ മനോഭാവം, അതിനൊക്കെ അല്ലാഹു തആല 10 മുതൽ 700 ഇരട്ടിയോ അതിലധികമോ അല്ലാഹു തആല പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ അതിന് 10 മുതൽ 700 അതിലധികമോ നമ്മളുടെ തഖ്വയും നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ പ്രാർത്ഥന മനസ്സും, അതൊക്കെ നിസ്കാരം മാത്രമല്ല, എല്ലാ നന്മക്കും ഒരു ഉറുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ പോലും അതിന്റെ ത്യാഗവും മനോഭാവവും അനുസരിച്ച് നന്മ ചെയ്തു കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹ് നമുക്ക് നൽകുന്ന നിഅമത്ത. കുറച്ച് ആയുസ് ഉള്ളുവെങ്കിലും കുറച്ച് ആയുസ് കൊണ്ട് അല്പം ചെയ്താൽ ഒരുപാട് അമലിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നർത്ഥം. എന്നാലോ വൈൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാളൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, എന്നിട്ട് ഫലം യഅമൽ ബിഹാ ഫലം യഅമൽഹാ, ആ തെറ്റ് ചെയ്യാൻ അവൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്തില്ല, വിചാരിച്ചിട്ടേ ഉണ്ടായതുള്ളൂ, ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ലം യക്തുബ് ലഹു സയ്യിഅത്തൻ, അതൊരു സയ്യിഅത്തായിട്ട് അല്ലാഹു തആല അവനെ രേഖപ്പെടുത്തൂല. നന്മ വിചാരിച്ചാൽ നന്മ ഹസനത്തുൽ കാമിലത്തായിട്ട് രേഖപ്പെടുത്തുന്ന പോലെ സയ്യിഅത്ത് വിചാരിച്ചാൽ സയ്യിഅത്തായിട്ട് രേഖപ്പെടുത്തൂല. ഇനി ആ സയ്യിഅത്ത് അവൻ ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്താൽ പോലും ഒരു തിന്മയുടെ കുറ്റമേ അവന്റെ പേരിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയുള്ളൂ. മറ്റതിന് 70ഉം 700ഉം ഒക്കെയായി വർദ്ധിപ്പിക്കുമ്പോൾ ഒരു തിന്മ അവൻ ചെയ്താൽ ആ തിന്മയുടെ കുറ്റമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അതും അള്ളാഹു മായ്ച്ചു കളയും. എപ്പോൾ? നിർബന്ധിതനായിട്ട് ചെയ്തതാണെങ്കിൽ കുറ്റമുണ്ടാവില്ല. മറന്നുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെങ്കിൽ കുറ്റമുണ്ടാവില്ല. അഥവാ എല്ലാം അറിഞ്ഞ് അറിവുള്ളവനാണ് ചെയ്തതെങ്കിൽ ആ കുറ്റത്തിന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. എത്രമാത്രം അള്ളാഹു കുറഞ്ഞ ആയുസ്സുള്ളെങ്കിലും കുറഞ്ഞ കാര്യം കൊണ്ട് ഒരുപാട് ഗുണം നിഅമത്ത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെയുള്ള ഒരു സമയവും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസം, കുറഞ്ഞ ദിവസങ്ങൾ, കുറഞ്ഞ അമലുകൾ, അതുകൊണ്ട് ഒരുപാട് നന്മ കിട്ടുന്ന ഒരു വലിയ ആണ്ടറുതിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ചക്കുള്ളിൽ വരാനിരിക്കുന്ന ദുൽഹജ്ജ് 1 മുതൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم الذي حجر. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണ്. പ്രഭാതത്തിന്റെ ആ ഒരു ഭൗതികമായ പ്രതിഭാസം എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത അത്ഭുതകരമായ ഒരു കാര്യമാണ് പ്രഭാതം ഉദിക്കുന്നു, അസ്തമിക്കുന്നു, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം. അല്ലാഹു തആല അതുകൊണ്ടൊക്കെ സത്യം ചെയ്ത് കാണാം. വന്നജ്മി ഇദാ ഹവ,
നക്ഷത്രം അസ്തമിച്ചു പോകുന്ന നക്ഷത്രത്തിനെ പറ്റി, വശംസി വദുഹാഹ ഉദിച്ചു വരുന്ന ചൂട് ശക്തിയായി വരുന്ന ആ ചന്ദ്രനെ പറ്റി ഒക്കെ അള്ളാഹു സത്യം ചെയ്ത കൂട്ടത്തിൽ മറ്റൊരു സത്യമാണ് വലയാലിൻ അശ്ർ, അത്ഭുതകരമായ 10 രാത്രികൾ. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഫള്, മഹത്വം പറഞ്ഞാൽ തീരില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്ഭുതകരമായ. എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാ അമലുകളും ഒരുമിച്ച് കൂടിയ ആണ്ടിലൊരിക്കലുള്ള ദിവസമാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള എന്ന് പറയുന്നത്. എല്ലാ അമലുകളും, ഇസ്ലാമിന്റെ എല്ലാ അമലും എന്താണ്? നമസ്കാരം ഏതായാലും ഉണ്ട്, നമസ്കാരം ഏതായാലും ഉണ്ടല്ലോ 5 നേരം. ദാനധർമ്മങ്ങളുണ്ട്. മുസ്ലിം ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയധികം ധർമ്മം കൊടുക്കുന്ന ഈ ഒരു ദിവസങ്ങളോളം വേറൊരു ദിവസമില്ല. ബലികർമ്മം നടത്തിയിട്ട് ധർമ്മം കൊടുക്കുന്നു, ഈദ്ഗാഹിൽ കൂടി ധർമ്മം കൊടുക്കുന്നു, വേറൊരു ദിവസവും ഇല്ല. ധർമ്മം, ഇസ്ലാമിന്റെ സക്കാത്ത് നിർബന്ധമായതും അല്ലാത്തതുമായ ധർമ്മങ്ങൾ, ഇസ്ലാമിന്റെ നമസ്കാരം കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോമ്പ് അത് റമദാനിൽ പ്രത്യേകമാണെങ്കിലും അർഫ നോമ്പ് ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും വിശ്വാസികളായ ആളുകൾ നോൽക്കേണ്ട നോമ്പാണ് അർഫ. ദുൽഹജ്ജ് 9, അർഫയിൽ ദുൽഹജ്ജ് 9-ന് അവിടെയുള്ള ആളുകൾ അവിടെയുള്ള അർഫ 9-ന് നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുൽഹജ്ജ് 9 നമ്മുടെ മാസത്തിനനുസരിച്ച് എന്നാണോ അന്ന് ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സൗമു യൗമി അർഫ യുകഫിറു സനതൽ മാദിയ യുകഫിറു സനതല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. നമ്മിൽ നിന്ന് അറിയാതെയും അബദ്ധവശാലും വന്നു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു തആല ഒരു കൊല്ലം മുമ്പും ഒരു കൊല്ലം ശേഷവുമുള്ള തെറ്റുകളെല്ലാം പുറത്തു തരുന്ന ഒരു മഹത്തായ ദിവസമാണ് യൗമു അർഫ, ദുൽഹജ്ജ് താസിയയിലെ നോമ്പ് എന്ന് പറയുന്നത്. അവർ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജ്. അത് ഈ ദുൽഹജ്ജ് 10-ലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. 8, 9, 10 അതിനെ തുടർന്ന് വാജിബായിട്ടുള്ള കുറച്ച് ദിവസവും കൂടി 11, 12, 13 ദിവസങ്ങൾ. ഹജ്ജ് എന്ന് പറയുന്നത് ഇത് മാത്രം ലോകത്തുള്ള എല്ലാ ഹാജിമാരും, ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് തൗഹീദ് ഇത്രയധികം ഉച്ചത്തിൽ അള്ളാഹു നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്ന് അള്ളാഹുവിന്റെ തൗഹീദ് ഇത്രയധികം വായുവിലും കടലിലും കരയിലും മുഴങ്ങുന്ന വേറൊരു ദിവസമില്ലല്ലോ ദുൽഹജ്ജ് 10ഓളം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആ തൽബിയത്ത്, തൗഹീദിന്റെ വചനം, ആ തൗഹീദിന്റെ വചനത്തിനനുസരിച്ച് നമ്മളും ആ നിലക്കുള്ള തൽബിയത്തിനോട് കൂറ് പുലർത്തിയോ അല്ലെങ്കിൽ അതിനെ തുടർന്നുകൊണ്ടോ ഉള്ള നാട്ടിലുള്ള ആളുകൾക്കും ഒരുപാട് ഇബാദത്തുകളുണ്ട്. തവാദു, മനുഷ്യനോട് അല്ലാഹു പറയുന്നത് അല്ലാഹുവൽ മുതകബ്ബിർ, അള്ളാഹുവാണ് എല്ലാ കിബറുമുള്ളവൻ, എല്ലാ മഹത്വവുമുള്ളവൻ. മഹത്വത്തിന്റെ അത്യുന്നതയിലാണ് റബ്ബിക്കൽ അഅ്ല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, അത്യുന്നതനാണ്. മനുഷ്യരൊക്കെ എന്തായിരുന്നാലും വിനയത്തോടുകൂടി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. ആ തവാദുഇന്റെ ഏറ്റവും മൂർത്തിഭാവം ഈ 10 ദിവസം നമുക്ക് കാണാം. രാജാവും പ്രജയും, രാജാക്കന്മാരും പ്രജകളുമെല്ലാം ഒരേ വേഷത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ സ്വഫിൽ അണിനിരന്നുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കീഴ്പ്പെടുക എന്ന ഇതാഅത്ത്, തവാദു, വിനയത്തോടുകൂടി കല്ലെറിയുന്നു. എന്താ അത് കല്ലെറിയേണ്ടത്? ഞാനൊരാളെടുത്ത് കൊടുത്തയച്ചാൽ പോരെ, എന്റെ സെക്രട്ടറിന്റെ കയ്യില്ലെന്ന് രാജാവ് വിചാരിക്കുന്നില്ല. അയാൾ പോയിട്ട് അവിടെ കല്ലെറിയുന്നു. അദ്ദേഹം കഅബക്ക് ചുറ്റും നടക്കുന്നു. അത് സെക്രട്ടറിമാർ ചെയ്താൽ പോരാ, ആരെങ്കിലും ചെയ്താൽ പോരാ. അദ്ദേഹം ബിസിയല്ലേ രാജാവ്, അത് പോരാ. അദ്ദേഹം അവിടെ നടക്കണം, അദ്ദേഹം സഫാ മർവക്കടയിൽ നടക്കണം. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവിടെ തന്നെ നടക്കണം. അദ്ദേഹം, ആ രാജാക്കന്മാര് പോലും മിനയിൽ പോയി താമസിക്കണം ഏതാനും ദിവസങ്ങളിൽ. അർഫ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കണം. അവിടെ എല്ലാ വിനയവും, എല്ലാ ഭക്തിയും, എല്ലാം മറന്നുകൊണ്ടുള്ള ഭക്തിയും വിനയവും
ഒരുമിച്ച് കൂടുന്ന എല്ലാ ഇബാദത്തുകളുടെയും ഒരു സമൂഹം ഒരുമിച്ച് കൂടുന്ന വൽ ഫജ്ർ വലയാലിൻ അശ്ർ 10 രാത്രികൾ. സഹോദരങ്ങൾ, നാം വേണ്ടത് ഇത്തരം നല്ല നല്ല സന്ദർഭങ്ങൾ. അല്ലാഹു തആല വിശ്വാസിക്ക് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും, ഇപ്പൊ വെള്ളിയാഴ്ച ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ്. ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും ആവർത്തിച്ചു വരുന്ന ഇത്തരം വലിയ വലിയ ദിവസങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒരുങ്ങുകയും ആ ഒരു ദിവസങ്ങളിൽ പ്രാർത്ഥനാനിരതമായി ഇരിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്. അതിനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് എന്ന് ദുൽഹജ്ജ് മാസത്തെ പറ്റി, ഹജ്ജിന്റെ കർമ്മങ്ങളെ പറ്റി അള്ളാഹു പറയുമ്പോൾ എപ്പോഴും ഖുർആനിൽ ആവർത്തിച്ചത് കാണാം. ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഈ അറിയപ്പെട്ട ദിവസം ഹജ്ജിന്റെ ദിവസങ്ങളാണെന്നും അത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണെന്നും അതിൽ ഹാജിമാരാവട്ടെ ഹജ്ജ് ചെയ്യാത്തവരാവട്ടെ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണമെന്നും ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ആണ്ടർതിയാണ്, ഒരാണ്ടർതിയുടെ കാലമാണ്. ബലികർമ്മം എന്ന് പറയുന്നത് കഴിവുള്ള ആളുകൾ ബലികർമ്മം ചെയ്യേണ്ടതാണ്. ഒരു കുടുംബത്തിന് വലിയ കൂട്ടുകുടുംബമാണ്, 50 or 100 ആളുള്ള കൂട്ടുകുടുംബം ആണെങ്കിൽ പോലും ആ കൂട്ടുകുടുംബത്തിൽ കുടുംബത്തിന്റെ കാരണവരാരോ കുടുംബനാഥനാരോ അവൻ ഒരു ബലികർമ്മം നടത്തണം. അതല്ല 2-3 ആളുള്ള മക്കളൊക്കെ വേറെ വേറെ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ കാരണവർ ആ കുടുംബത്തിന് വേണ്ടി ഒരു ബലികർമ്മം നടത്തണം. ഒരാടായാൽ മതി. ഇനി അതിന് കഴിയില്ലെങ്കിൽ ഒരു മാട്, അതിന്റെ വയസ്സ് തികഞ്ഞ 2 വയസ്സ് തികഞ്ഞ ഒരു മാട്, അല്ലെങ്കിൽ 1 വയസ്സ് തികഞ്ഞ ഒരാട്, അല്ലാതെ കേടും കുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു മാട്, 7 ആൾക്ക് 7 കുടുംബങ്ങൾക്ക് അതിൽ പങ്കു ചേർന്നുകൊണ്ട് ഒരു ബലികർമ്മം നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെന്തിനാണ്? മാംസം തിന്നാനാവണമെന്നില്ല. ആർക്കാണ് മാംസം വേണ്ടത്? പിന്നെ മാംസം വേണ്ടവരുണ്ടാവാം, അത് കൊടുക്കണം, ധർമ്മം ചെയ്യണം പാവപ്പെട്ടവർക്ക്. പക്ഷേ ആ ബലികർമ്മം ഒരു ത്യാഗത്തിന്റെ മനോഭാവമാണ്. യാ ബനിയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഅക ഫൻദുർ മാദാ തറ, അറുക്കണമെന്ന് കൽപ്പനയുണ്ട് മകനെ, നീയും കൂടി സമ്മതിക്കണം എന്ന് പറയുന്ന ഉപ്പ, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു സാബിൻ മിനസ് സാബിരീൻ, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ ഉപ്പ ഞാനതിന് തയ്യാറാണ്, എന്നെ നിങ്ങൾ അറുത്തുകൊള്ളൂ എന്ന് പറയാൻ മാത്രം ഈമാനുറച്ച തഖ്വയുള്ള ഭക്തിയുള്ള അള്ളാഹുവിന് വേണ്ടി എന്തിനും കീഴ്പ്പെടാൻ തയ്യാറായ ഒരു പിതാവിന്റെയും പുത്രന്റെയും ഓർമ്മക്ക് വേണ്ടിയാണ് നാം ബലികർമ്മം നടത്തുന്നത്. അതിന് എത്ര കിലോ മാംസമുണ്ട്, എത്ര രക്തമുണ്ട്, എത്ര ശക്തമായ മൃഗമാണ്, അതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ആ ഒരു തഖ്വയും ത്യാഗവും അതാണ് ഉളുഹിയ്യത്ത്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുകും അൻ യുളഹിയ ഫൽയുംസിക് മിൻ ശൈരിഹി വഅദ്ഫാരിഹി, ആരെങ്കിലും ഉളുഹിയ്യത്ത് ഇറക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ അതിന് മുമ്പുള്ള മാസം ദുൽഖഅദ അസ്തമിച്ച്, ദുൽഖഅദ 29-നോ 30-നോ അസ്തമിച്ച് ദുൽഹജ്ജിലേക്ക് മഗ്രിബോടുകൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ താടിയിൽ നിന്നോ മുടിയിൽ നിന്നോ അവന്റെ നഖത്തിൽ നിന്നോ ഒന്നും മുറിച്ചു കളയാൻ പാടില്ല. ഒക്കെ വൃത്തിയാക്കൽ ഇസ്ലാമിലെ സുന്നത്താണ്. പക്ഷെ ഈ ഒരു 10 ദിവസം ബലികർമ്മം നടത്തുന്നത് വരെ മുടിയെടുക്കാൻ പാടില്ല, വെട്ടിക്കളയാൻ പാടില്ല, താടിയിൽ നിന്ന് നഖം മുറിക്കാൻ പാടില്ല.
പക്ഷേ ഹാജിയെ പോലെ വസ്ത്രം ധരിക്കണമെന്നില്ല. എന്നാൽ ഹാജിമാരെ ഇഹ്റാമിലുള്ളത് പോലെയുള്ള ഒരു ദീക്ഷ, ഒരു സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗത്തിന് തയ്യാറാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ അറഫ നോമ്പിന്റെ കാര്യമാണ്. ഈ അവസാനത്തെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 വലിയാലിൻ അശ്റിൽ നിങ്ങൾ കൂടുതൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക, സാധാരണത്തെക്കാൾ അധികം സാധാരണത്തെക്കാൾ അധികം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക, സാധാരണക്കാൾ അധികം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ അള്ളാഹു നമുക്ക് ചില സന്ദർഭങ്ങളിൽ കുറഞ്ഞ ആയുസേ ഉള്ളുവെങ്കിൽ ഒരുപാട് പ്രതിഫലങ്ങൾ ഇരട്ടിയായി കിട്ടുന്ന സൽക്കർമ്മങ്ങളെ പറ്റി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങളുടെ കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അതിനുള്ള തൗഫീക്ക് നമുക്കുണ്ടാവണം. നമ്മുടെ ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആരോഗ്യത്തോടുകൂടി ആ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോരാൻ അവർക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹജ്ജിന്റെ യാത്രയും അതിനുള്ള സന്ദർഭങ്ങളും അതിന്റെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സാമ്പത്തികമായ ബാധ്യതകൾ കൂടുന്നു, പോകാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാം. 42,000-ഓളം പേർക്ക് പോകാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചവർക്ക് പോകാൻ പറ്റാതെയായി എന്നത് ഒരു ദുസ്സൂചനയുടെ തുടക്കമാണ്. അവസരങ്ങൾ കുറയുന്നു എന്നതിന്റെ തുടക്കമാണ്. കാത്തു നിൽക്കാതെ ഇനി വയസ്സാവട്ടെ, റിട്ടയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാധ്യതകളൊക്കെ തീരട്ടെ, ഞാൻ ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ അവനവനിൽ ഫർളായ ഹജ്ജ് നിർവഹിക്കാൻ ഇപ്പോൾ തന്നെ ഓരോരുത്തരും നിയ്യത്ത് വെക്കണം. അപ്പൊ മക്കത്ത് പോയാൽ പോരെ, അതിന് ചുരുങ്ങിയ ചെലവിൽ ഉംറയ്ക്ക് പോയി രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒരിക്കലും ആ ബാധ്യത തീരുകയില്ല. ഉംറയുടെ കൂലി കിട്ടിയേക്കാം, ഹജ്ജിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. അവനോടുള്ള കടമകൾ വിനയത്തോടെയും ഭക്തിയോടെയും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين.